ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എൻ്റെ കസിൻ്റെ മാരേജാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വ്ളോഗിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് റെഡി ആവണം. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് റെഡി ആയിട്ട് കാണാം. ഞങ്ങൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഏകദേശം ഒന്ന് റെഡിയായി. അപ്പം നമ്മളൊന്ന് പാർലറിൽ പോയിട്ട് ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നിച്ചുവിൻ്റെ ഹെയർ ആട്ടോ ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയതേ ഉള്ളൂ പാർലറിൽ. നിച്ചു എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. നിച്ചുവിന് സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ഹെയറിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊണ്ട കെട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് പാറ്റേണിലാണ് കെട്ടിയിട്ടുള്ളത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലവർ ഇവിടെ നിന്ന് തന്നെ തന്നതാണ് കേട്ടോ. ഓൾറെഡി ഞാൻ കൊണ്ടുവന്നത് ഒരു മുത്തിൻ്റെ ഒരു ചെറിയ ഇതാണ്. പക്ഷെ അത് വളരെ ചെറുതായതുകൊണ്ട് ഈ ഫ്ലവർ വെച്ച് ഒന്നുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. അങ്ങനെ ഇവിടുന്ന് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റെഡിയായിട്ട് ഇനി നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. നിച്ചു റെഡിയായി. ഓക്കെ, അപ്പം നമുക്ക് പള്ളിയിലോട്ട്. ഞങ്ങളങ്ങനെ ഇനി പള്ളിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ കെട്ടൊക്കെ കഴിഞ്ഞ് ഇനി ഹാളിലോട്ട് പോവാം. ഏത് ഫംഗ്ഷനായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാട്ട് തന്നെയാണ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇനി കാണുന്നത് എൻ്റെ പപ്പയുടെ ഫുൾ ഫാമിലിയാണ്. പപ്പയുടെ ബ്രദേഴ്സ്, സിസ്റ്റർ, എൻ്റെ കസിൻസ്, ഞങ്ങളുടെ കുട്ടീസ് എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. കുറേ പേരൊക്കെ മിസ്സിംഗ് ആണ്. പലർക്കും പല സ്ഥലങ്ങളിലായതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. ബാക്കി ഇവിടെയുള്ള എല്ലാവരും ഈ സെക്ഷനിലുണ്ട്.
ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ നിച്ചുവിന് ചെറിയൊരു വിഷമത്തിലാണ് കേട്ടോ ആള്. നിച്ചുവിൻ്റെ അപ്പ ഇന്ന് തന്നെ ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് ഫംഗ്ഷനും കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസം, വലിയ ഒരുപാട് ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസങ്ങൾ കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടത്തിലാണ് കേട്ടോ നിച്ചു. ഇത് നിച്ചുവിൻ്റെ ഫ്രണ്ട്, എൻ്റെ കസിൻ സിസ്റ്റർ മോളാണ് കേട്ടോ, മിട്ടു ആണേ. അപ്പോൾ മിട്ടുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ അവരുടേതായ ലോകത്ത് ഇങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഫോട്ടോസ് എടുക്കൽ, വീഡിയോസ് എടുക്കലൊക്കെയാണ്. എപ്പോഴും കുട്ടികൾക്ക് അവരുടേതായ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നിച്ച് നിൽക്കുക ഫണ്ണായിരിക്കും. അവർക്ക് കളിക്കാനായാലും ടൈം സ്പെൻഡ് ചെയ്യുന്ന അവർക്ക് ഭയങ്കര സന്തോഷം, ഹാപ്പിനെസ്സും കൊടുക്കുന്ന കാര്യമാണ്. ഇവിടെ എൻ്റെ കസിൻസിനൊക്കെ ആയിട്ടും ഞങ്ങൾ കുറച്ച് കുട്ടീസ് കൂടുതലുണ്ട്, കുറച്ചധികം കുട്ടീസ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മാരേജ് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫാമിലീസ് അവിടെ ഇവിടെയൊക്കെ ഉള്ള എല്ലാവരും ഒന്നിച്ച് കൂടാനുള്ള കുറച്ച് ഒരു ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യുക കുട്ടികളായിരിക്കും. അവർക്ക് അവരുടേതായ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനായാലും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. അതേപോലെ നിച്ചുവിന് കുറേ കുട്ടി കസിൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിച്ചും ഹാപ്പി ആയിരുന്നു. ഇത് എൻ്റെ കസിനാണ്, എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ മോളാണ്. അപ്പം പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ചെക്കൻ്റെ വീട്ടിൽ പെണ്ണിനെ കൊണ്ടുപോയി വിടുന്നൊരു ചടങ്ങും കൂടിയുണ്ട്.